പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, തിരുവചനം പഠിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. എത്രയോ പേര് ആഗ്രഹിച്ചിട്ടും സാധിക്കാത്തത് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ സാധിപ്പിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരിക്കൽ കൂടെ ദൈവഹിതപ്രകാരമാക്കി തീർക്കേണ്ടതിനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെതായിരിക്കുന്ന കുറവുകൾ, ബലഹീനതകൾ, പോരായ്മകൾ, വീഴ്ചകൾ ഏതെന്ന് കണ്ട് ക്രമീകരണം പ്രാപിപ്പാനും തിരുവചന പഠനത്തിലൂടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ സകല സത്യത്തിലേക്ക് നിങ്ങളെ വഴി നടത്തുമെന്ന വചനപ്രകാരം ദൈവജനത്തിൻ്റെ സത്യത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തി കർത്താവേ, ജീവിപ്പാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ നീ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിച്ചിട്ട് കടന്നു വരാൻ കഴിയാതിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവരെ സൂക്ഷിക്കുകയും അവർക്ക് ആവശ്യമായിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ മേലുണ്ടായിരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാൽ നിറച്ചാട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. അവന് ദൈവത്തോട് സമാധാനം ഉണ്ടെന്ന് മാത്രമല്ല, അവൻ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും കൂടെ അവൻ എന്ത് ചെയ്തിരിക്കുന്ന ഒരു വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാ നമ്മളത് പ്രാപിച്ചതെന്നുള്ളതാണ്. ഹൗ ഡിഡ് വി ബിക്കം ഫ്രീ? അല്ലേ, എങ്ങനെയാണ് നമുക്ക് ഈ പാപപ്രമാണത്തിൽ നിന്ന്, പാപശക്തിയിൽ നിന്ന് നാം വിടുതൽ പ്രാപിച്ചത്? ഇന്നലെ വരെ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും നന്മ ചെയ്യാൻ പറ്റാതെ വണ്ണം ഈ പാപപ്രമാണം നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? നമ്മുടെ മേൽ ഒരു ക്രൂര യജമാനനെ പോലെ നമ്മളെ കൊണ്ട് അത് എന്ത് ചെയ്യാതെ ചെയ്യിക്കുകയായിരുന്നു. വി ആർ ഫോഴ്സ്, നമ്മളത് ചെയ്യാൻ നിർബന്ധിതരാക്കപ്പെടുകയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു വലിയ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു. അതെങ്ങനെയാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത്? അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. 7-ാം അധ്യായം. അപ്പം നമ്മെ ഇതുവരെ പാപിയാണെന്ന് പറയുകയും വിധിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ന്യായപ്രമാണമാണല്ലോ നമ്മളെ ഇങ്ങനെ കൂടുതൽ പാപിയാക്കി തീർത്തത്. ഓരോ പ്രമാണവും വന്നപ്പോഴത്തേനും ഞാൻ കൂടുതൽ പാപിയാണെന്ന് തെളിയിക്കപ്പെടുക ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് അതിൽ നിന്നൊരു വിടുതൽ പ്രാപിച്ചിരിക്കുന്നത്? 7-ാം അധ്യായത്തിലേക്ക്. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പം ന്യായപ്രമാണം അറിയുന്നവർ ആരെ ഉദ്ദേശിക്കുന്നത്? ജ്യൂസിനോടാണ് പ്രധാനമായിട്ട് ഈ പറയുന്നത്. കാരണം അവർക്കാണ് പൗലോസിൻ്റെ ഈ വാദഗതിയോട് അങ്ങോട്ട് പലതിനും യോജിക്കാൻ പറ്റാഞ്ഞത്, അല്ലേ? 2-ാം അധ്യായത്തിൽ ചോദിച്ചു, അപ്പം പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രത്യേകത ഇല്ലെന്നാണോ നീ പറയുന്നത്? അപ്പോൾ എല്ലാത്തിനും പൗലോസ് മറുപടി പറഞ്ഞു വരിക. 7-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്നിട്ടൊരു ഉദാഹരണം പറയാം. ഭർത്താവുള്ള ഒരു സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറൊരു പുരുഷൻ്റേതായി മാറിയാൽ, അല്ലെങ്കിൽ വേറൊരു പുരുഷൻ്റെ ഭാര്യയായി മാറിയാൽ അവൾ വ്യഭിചാരിണിയെന്ന് പേർ വരും. ഭർത്താവ് മരിച്ചു എങ്കിലോ അവൾ വേറെ പുരുഷൻ്റേതായകയാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതേ പ്രിൻസിപ്പിളാണ് പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്പാൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവൻ ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണം സംബന്ധമായി മരിച്ചിരിക്കുന്നു.
നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചിരുന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് നാം മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ വഴക്കത്തിലെല്ലാം ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന്. വളരെ സിമ്പിളാണ്. പൗലോസ് ഒരു വിവാഹ ജീവിതത്തിൻ്റെ ഒരു ഉപമയിലൂടെയാണ് ഇത് തെളിയിക്കാൻ പോണേ. ഭാര്യ, ഭർത്താവ്. ഭർത്താവ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ളതിൻ്റെ കർത്തൃത്വം നടത്തുന്നവൻ നമ്മുടെ മേൽ അധികാരം. ഹീസ് ദ ഓണർ. അവനാ നമ്മുടെ മേൽ കർത്തൃത്വ അധികാരക്കാർക്കാ ഭർത്താവിനാണുള്ളത്. അപ്പോൾ ഇത് ഇവിടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആരാന്നറിയാമോ? ന്യായപ്രമാണം. ഭാര്യ എന്നുള്ള സ്ഥാനത്ത് നിൽക്കുന്ന ആരാ? നമ്മൾ ഓരോരുത്തരും. അപ്പം നമ്മളെ ഭരിച്ചിരുന്നത് മുഴുവൻ ആരായിരുന്നു? ന്യായപ്രമാണമായിരുന്നു. എന്തു ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എവിടെ പോകാം, എന്ന് വിശ്രമിക്കാം, എല്ലാം പറയുന്ന ആരാ? ന്യായപ്രമാണം. ഒരു ഭർത്താവിനെ പോലെ ന്യായപ്രമാണം നമ്മളെ എന്ത് ചെയ്തിരിക്കുക? അടക്കി ഭരിച്ചിരിക്കുക. നമുക്ക് സ്വാതന്ത്ര്യമില്ല. ന്യായപ്രമാണം എന്നെ ഭരിച്ചിരുന്ന കാലത്ത് എനിക്ക് പോർക്കറച്ചി ചെയ്യണമെങ്കിൽ തിന്നാൻ സ്വാതന്ത്ര്യമില്ല. അത് അശുദ്ധ, നിനക്കത് എന്ത് ചെയ്യാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. ചെതുമ്പിലില്ലാത്ത ഒന്നും കഴിക്കാൻ പാടില്ല. കുറേ നല്ല മീൻ ചെതുമ്പിലില്ലാത്തയാ, പക്ഷെ നമുക്ക് കഴിക്കാൻ പാടില്ല. ഞാൻ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, ഞാൻ എന്ന് വിശ്രമിക്കണം, എന്ന് വിശ്രമിക്കരുത്, എനിക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ എല്ലാം എൻ്റെ മേലെ എന്ത് ചെയ്തിരിക്കുക? കൺട്രോൾ ചെയ്തിരിക്കുക, നിയമങ്ങൾ തന്നിട്ട്. എങ്ങനെ ഒരു ഭാര്യയെ ഭർത്താവ് കൺട്രോൾ ചെയ്യുന്ന പോലെ ന്യായപ്രമാണം എന്നെ എന്ത് ചെയ്തിരുന്നു? കൺട്രോൾ ചെയ്തു. എനിക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. ഇപ്പം ഓരോ ദിവസം കഴിയുന്നതോറും ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിയമങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുക. യഹൂദൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ആകെ 10 കൽപ്പനയെ ദൈവം തമ്പുരാൻ കൊടുത്തുള്ളൂ. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ കാലമായപ്പോഴത്തേനും അതെന്തറിയാമോ? 1000 ചില്ലുവാനോ ആയി. അപ്പം ഇതിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആയിരിക്കുകയാണ്. എന്നെ അതുപോലെ ഇവൻ എന്ത് ചെയ്തിരിക്കുക? കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുക. എന്ത് ചെയ്യണം? ഞാൻ അവൻ്റെ ഭാര്യയായി പോയി. എന്നാൽ സുവിശേഷം ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ, ന്യായപ്രമാണത്താൽ എനിക്ക് ഇതൊക്കെ തന്നത് എന്തിനാ? ഈ ന്യായപ്രമാണമൊക്കെ ഇത്രയും അടിച്ച് ഏൽപ്പിച്ചേക്കുന്നത് എന്തിനാ? ഈ നിയമങ്ങളൊക്കെ ഇവൻ ഓരോ ദിവസം കൂടുതൽ എനിക്ക് നീതീകരണം തരാൻ വേണ്ടിയാ. ഞാൻ നീതീകരിക്കപ്പെടേണ്ടതിന് വേണ്ടിയാ. എനിക്ക് ദൈവപ്രസാദമുള്ള ഒരു മനുഷ്യനാക്കി എന്നെ തീർക്കേണ്ടതിന് വേണ്ടിയാണ് ഇങ്ങനെ ഓരോ ദിവസവും ഇവൻ എന്ത് ചെയ്യുന്നത്? ഓരോ നിയമം കൊണ്ടുവരുന്നത്. പക്ഷെ ഒരു ദിവസം ഞാൻ കേട്ടു, ഇതൊന്നും ചെയ്യാതെ തന്നെ എനിക്ക് നീതീകരണം പ്രാപിക്കാൻ കഴിയുമെന്ന്. ഞങ്ങളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം പോലും നീതീകരണം പ്രാപിച്ചത് വല്ലതും ചെയ്തേച്ചല്ല, വിശ്വാസത്താലാണ്. ഇതിവിടെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ നിയമം കൂട്ടിക്കൊണ്ടിരിക്കുകയാന്നേ. 10 തുടങ്ങിയത് ഏതാണ്ട് 1000 ചില്ലുവാനോ ആയി കർത്താവിൻ്റെ കാലമായപ്പോഴത്തേന്. അത് കണ്ടേച്ച കർത്താവ് പറഞ്ഞു, നിങ്ങൾ കനമേറിയ ചുമടും കെട്ടി മനുഷ്യൻ്റെ തലയെ വെച്ചിരിക്കുക, അവനിത് ചുമക്കാൻ പോലും കഴിയുന്നില്ല. അത് കണ്ടേച്ച കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കവാ. അല്ലാണ്ട് പാടത്ത് പണിയെടുക്കുന്നതിനെ നോക്കിയല്ല ഈ വിളിച്ചേ.
നിങ്ങളുടെ ആത്മാക്കൾക്ക് രക്ഷ. അവിടെ അത് അവസാനം പറയുന്നുണ്ടത്. അപ്പോൾ ഈ ആത്മരക്ഷയോടുള്ള ബന്ധത്തിൽ ഘനമേറിയ ചുമടുകൾ കെട്ടി മനുഷ്യൻ്റെ തലയിൽ വെച്ചിട്ട് അവനിത് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം എത്ര യാഗം അർപ്പിക്കണം, പാപയാഗം, ഹോമയാഗം, ഇങ്ങനെ ഇത് നിരത്തി പിടിച്ച് ഇതിനെ നേരുള്ളൂ. ഒരു തെറ്റ് ചെയ്ത ഉടനെ ഒരു ആട്ടിൻകുട്ടിനെയും കൊണ്ടുവരണം. പിന്നെയും തെറ്റ് ചെയ്താലോ പിന്നെയും കൊണ്ടുവരണം ഒരാടിനെ. ഇതിങ്ങനെ ഭർത്താവ് ഇങ്ങനെ പ്രമാണം കൂട്ടി 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 എത്തിയിരിക്കുക, വന്നിരിക്കുക. എന്തോ പറയുന്നേ? നിനക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്ന അല്ലാണ്ട് പറഞ്ഞല്ല. നിനക്ക് സ്വർഗത്തിൽ പോകണോ? അയ്യോ, എൻ്റെ അപ്പം ചില പെന്തക്കോസ്ത് സഭകൾ ഇതുപോലെ ഉണ്ട്. ഇങ്ങനെ നിയമം കൂട്ടി 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 വരിക. ടി വി കാണുന്ന പാവാന്ന് വിശ്വസിക്കുന്ന മക്കളുണ്ട്, അവർക്ക് തിരുവതാരം കൊടുക്കാത്ത മക്കളുണ്ട്. അവർ ടി വിയെ കാണാത്തേ ഉള്ളൂ, ഇൻ്റർനെറ്റിൽ കൂടെ എല്ലാം ബാക്കി എല്ലാ കാര്യങ്ങളും കണ്ടോളൂ കേട്ടോ. ടി വി മാത്രം കാണത്തില്ല വീട്ടിൽ. ഞാൻ കാണാമോ കിട്ട അതൊന്നും അല്ല എൻ്റെ വിഷയം. ഞാൻ പറയുന്നത് വെറുതെ മനുഷ്യൻ്റെ മുകളിൽ അങ്ങ് ഘനമേറിയ ചുമടുകൾ വെച്ച് കെട്ടിയിരിക്കുക. എന്തിനാ? സ്വർഗത്തിൽ പോണ്ടേ, നീതീകരണം പ്രാപിക്കണ്ടേ? അതുകൊണ്ട് അവരെന്ത് ചെയ്തെന്നറിയാമോ? ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുൻപുള്ള മനുഷ്യരും പോലും ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ടാണ് നീതീകരണം പ്രാപിച്ചതെന്ന് അവർ തെളിയിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു അബ്രഹാം നീതീകരണം പ്രാപിച്ചത് എന്തുവാ? പരിശോധനയേറ്റാലല്ലേ? പൗലോസ് അത് മുഴുവൻ പൊളിച്ചടിക്കൂടെ. എന്നിട്ട് പറഞ്ഞു അബ്രഹാമിൻ്റെ നീതീകരണം പോലും പ്രവൃത്തികളാലായിരുന്നില്ല, വിശ്വാസത്താലായിരുന്നു. സദാകാലവും ദൈവത്തിൻ്റെ നീതീകരണ മാർഗം പ്രവൃത്തികളാലായിരുന്നില്ല, വിശ്വാസത്താലായിരുന്നു എന്ന് പൗലോസ് നേരത്തെ തെളിയിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു മുൻ അധ്യായത്തിൽ. ഒരു ദിവസം ഞാൻ ഈ സുവാർത്ത കേട്ടു. എൻ്റെ ലക്ഷ്യം ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ കാര്യം എന്നാ? എനിക്ക് സ്വർഗത്തിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് നീതീകരണം പ്രാപിക്കണം. അതിനാണ് ഇയാൾ വെക്കുന്ന ഓരോ ചട്ടവും നിയമവും ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? പാലിച്ചുകൊണ്ടിരുന്നത്. എന്നെ ഒരു അടിമയെ പോലെ ഇത് ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും എനിക്ക് പറ്റുന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോവുക ചെയ്യുന്നേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു സുവാർത്ത കേട്ടു. നീതീകരണം വിശ്വാസ മാർഗത്താലാ നമ്മുടെ പിതാക്കന്മാർ പോലും പ്രാപിച്ചതെന്ന്. ഞാൻ അതിനെ എന്ത് ചെയ്തു? ഞാൻ മനസ്സോടെ ഞാനതിനെ സ്വീകരിച്ചു. ഞാനൊരു കാര്യം തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ പാപ വഴികളെയൊക്കെ ഞാൻ ഉപേക്ഷിച്ച്, പാപമാർഗത്തെ ഞാൻ ഉപേക്ഷിച്ച്, ഞാൻ പാപത്തോടുള്ള ബന്ധത്തിൽ മരിച്ചു. എന്നെ പാപിയായിട്ട് ന്യായത്തോട് വന്നതോട് ന്യായപ്രമാണത. അങ്ങനെ ന്യായപ്രമാണത്തിൽ നിന്ന് ഞാനിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? സ്വാതന്ത്ര്യം പ്രാപിച്ചു. ന്യായപ്രമാണത്തിൽ ഞാൻ വിടുക. കാരണം ന്യായപ്രമാണത്താൽ ഇതുകൊണ്ട് ഒരു ഗുണമില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഇതുകൊണ്ട് എനിക്ക് നീതീകരണം പ്രാപിക്കാൻ കഴിയത്തില്ലെന്ന് അറിയുമ്പോൾ, അതിനോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ഞാൻ എൻ്റെ നീതീകരണം ഏറ്റെടുത്തു. ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഫ്രീ ആണ് അല്ലേ? ഭർത്താവ് മരിച്ചു കഴിഞ്ഞു, ഇനി അയാളെ മേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സംഭവിച്ചത് ഞാൻ മരിച്ചു. പാപസംബന്ധമായിട്ട് ഞാൻ എന്ത് ചെയ്തു? മരിച്ചു. ആ മരണത്തിലൂടെ എനിക്ക് എന്ത് ചെയ്തെന്നറിയാമോ? സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ജീവിക്കുന്നോ? ക്രിസ്തു ആയതിനാൽ ജീവിക്കുന്നത്. ഞാൻ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത്. ഇനി എനിക്ക് ഇതിൽ നിന്ന് എന്തില്ല? യാതൊരു ശല്യവുമില്ല. ഇവൻ്റെ അടിമത്വം കീഴിലല്ല ഞാൻ. ഐ ആം ഡെഡ്. മരണത്തോടുകൂടെ ഒരു ഭാര്യ ഭർതൃപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലുള്ള വിശ്വാസത്താൽ ഞാനും അത് ഏറ്റെടുത്തത് കൊണ്ട്, പാപസംബന്ധമായി ഞാനും മരിച്ച് അടക്കപ്പെട്ടതുകൊണ്ട്, ന്യായപ്രമാണത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നും എന്നെ പാപത്തിലേക്ക് നയിച്ചിരുന്ന ന്യായപ്രമാണത്തിൻ്റെ ശക്തിയിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു? പൂർണ്ണ വിടുതൽ ഞാനിപ്പോൾ പ്രാപിച്ചു. ഇനി ന്യായപ്രമാണത്തിന് എൻ്റെ മേലെന്തില്ല?
യാതൊരു അവകാശവുമില്ല, സ്വാതന്ത്ര്യവുമില്ല. കാര്യം എന്താണെന്നറിയാമോ? ഐ ആം ഡെഡ് ടു ദിസ്. ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ മരിച്ചിരിക്കുക. ഒരു പുതിയ മനുഷ്യനായിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പം ജീവിക്കുന്നത്. ഇനി ഈ പഴയ പ്രമാണത്തിന് എൻ്റെ മേൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി. എന്തിൽ നിന്നല്ല ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി? ഈ മരണത്തോടുകൂടെ, പാപസമ്മതമായി ഞാൻ മരിച്ചതോടുകൂടെ പാപത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇനി എനിക്ക് പാപം ചെയ്യണമെന്നുള്ള താല്പര്യം പോലും ഇപ്പോൾ എൻ്റെ ജീവിതത്തിലില്ല. ന്യായപ്രമാണത്തിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി. കാര്യം എന്നാണെന്നറിയാമോ? ന്യായപ്രമാണം ഉദ്ദേശിച്ചിരുന്ന നീതീകരണം ഞാൻ വിശ്വാസമാർഗത്താൽ എന്ത് ചെയ്തിരിക്കുന്നു, പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്കതിന് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും പറഞ്ഞ എന്നെ പിടിപിടുത്തി വെച്ചത് എന്തിനാ? സ്വർഗത്തിൽ പോണ്ടേ? അപ്പോൾ ജീവിതം ഒരു ദിവസം സത്യം മനസ്സിലായി. സ്വർഗത്തിൽ പോകാൻ ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വിശ്വാസമാർഗത്താലുള്ള. അതുകൊണ്ട് ഇപ്പം ഇനി ആ പിപ്പിടി പറഞ്ഞ എൻ്റെ അടുത്തേക്ക് ന്യായപ്രമാണം നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇപ്പം എനിക്ക് പുതിയ മനുഷ്യനായി ഞാൻ തീർന്നതോടുകൂടെ എനിക്ക് ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി. എനിക്ക് പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടി. അപ്പം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പ്രമാണവും ഇല്ലാത്ത ജീവിതം എന്നാണ്. അവിടെയാണ് വിഷയം വരുന്നേ, അങ്ങോട്ടാണ് വരുന്നേ. ന്യായപ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം തന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രമാണമില്ലാത്ത ജീവിതമല്ല, കുറച്ചുകൂടെ ഉയർന്ന പ്രമാണമായി ഇവിടെ കിട്ടിയത്. അവിടെ കൊല ചെയ്യരുതെന്നായിരുന്നു പ്രമാണം, ഇവിടെ പകയ്ക്കാൻ പോലും എനിക്ക് നിവൃത്തിയില്ല. പകച്ചിട്ട് വേണ്ടേ കൊല്ലാൻ? ഞാൻ ആദ്യം പറഞ്ഞൊരു ഉദാഹരണം ഉണ്ടോ? ഓർക്കുന്നോ? ഞാൻ ബൈബിൾ സ്കൂളിൽ, പണ്ടത്തെ ബൈബിൾ സ്കൂളിൽ നമുക്കൊരു നിയമം ഉണ്ടായിരുന്നു. എന്തുവാ? ആ പറമ്പിൽ നിന്ന് പോയി മാങ്ങയൊന്നും പറിച്ച് തിന്നരുതെന്ന്. അപ്പോൾ പറമ്പിൽ പോകാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പിള്ളേർക്ക്. അവിടെ വീണ് കിടക്കുന്ന മാങ്ങ എടുത്ത് തിന്നാൻ സ്വാതന്ത്ര്യം. പറിക്കരുതെന്നല്ലേ നിയമമുള്ളൂ. എറിഞ്ഞു വീഴ്ത്താലോ. മിടുക്കന്മാർ അങ്ങനെയും പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്തില്ല, പറിച്ചിട്ടില്ല, ഞങ്ങൾ എറിഞ്ഞു വീഴ്ത്തി. ഉടമസ്ഥൻ പിന്നെയും കംപ്ലൈൻറ്റും കൊണ്ട്, പാസ്റ്ററെ പിള്ളേർ മുഴുവൻ അവിടെ കയറി മുഴുവൻ ഞങ്ങളെ വാങ്ങ മുഴുവൻ എന്ത് ചെയ്തിരിക്കുക നിന്നത്. അപ്പോൾ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു, ഒറ്റ ഒരെണ്ണം പറമ്പിൽ കയറി പോരുത്. ഒറ്റ ഒരെണ്ണം ഇനി ആ പറമ്പിൽ. പഴയ പ്രമാണം ഇല്ല ഇപ്പോൾ. ഏതാ? മാങ്ങാ പറിക്കരുതെന്ന പ്രമാണം ഇപ്പോൾ ഇല്ല. ഇപ്പോഴത്തെ പുതിയ പ്രമാണം ആ പറമ്പിൽ കയറരുതെന്ന. നമുക്ക് ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തന്നപ്പോൾ കുറച്ചുകൂടെ ഹയർ, കുറച്ചുകൂടെ ഉയർന്ന പ്രമാണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ പ്രമാണത്തിലൂടെ വാസ്തവത്തിൽ നടക്കുന്ന എന്തുവാ? പഴയ പ്രമാണത്തിൻ്റെ പൂർത്തീകരണം അല്ലേ? അതാ നടന്നേ. ആരും വാങ്ങാൻ നിന്നില്ല, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്നില്ല, അവിടെ പറമ്പിൽ കയറുന്നില്ല. ഈ ഉദാഹരണം എപ്പോഴും ഓർത്താൽ മതി. ഏത്? ഇപ്പം പഴയ നിയമം നമുക്കില്ല. ഏതാ? ആ പറമ്പിൽ ഇപ്പം മാങ്ങാ പറിക്കരുതെന്ന നിയമം ഇല്ല നമുക്ക്. ഇപ്പോഴത്തെ നിയമം എന്തുവാ? ആ പറമ്പിൽ കിടക്കരുത്. കയറിയാലല്ലേ മോഹിക്കത്തുള്ളൂ, മോഹിച്ചാലല്ലേ തിന്നണമെന്നൊരു പരീക്ഷ വരത്തുള്ളൂ. അപ്പോഴല്ലേ തിന്നു കഴിഞ്ഞാൽ പിന്നെ ഒളിച്ചു വയ്ക്കാനുള്ള, അല്ലെ ആരും കാണാതെ തിന്നണമെന്നുള്ള ആഗ്രഹം വരുന്നതിന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയല്ലേ. നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഹയർ കമാൻഡ്മെൻറ്റ്സാണ്. കുറച്ച് അതാ ഞാൻ കർത്താവിൻ്റെ എല്ലാം ഹയറാണ്, ഉയർന്നൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. കർത്താവ് എന്നെ പറയും, അതിശ്രേഷ്ഠമായ മാർഗം, അതിശ്രേഷ്ഠമായ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക. ശത്രുവിനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ആവശ്യത്തിലിരിക്കുന്നവനെ എല്ലാം നിന്റെ അയൽക്കാരനായിട്ട് കാണുക. പഴയ പരിപാടിയില്ല ഇപ്പം. അപ്പോഴ് പഴയ പ്രമാണം മാറ്റി സ്വാതന്ത്ര്യം പ്രാപിച്ച എനിക്ക് ഒരു പുതിയ പ്രമാണം കിട്ടി. ഈ പുതിയ പ്രമാണം പഴയ പ്രമാണത്തെക്കാൾ ശ്രേഷ്ഠം എന്ന് മാത്രമല്ല, തത്വത്തിൽ പഴയ പ്രമാണത്തെ പൂർത്തീകരിക്കുക ചെയ്യുന്നത്, അതനുസരിക്കുക ചെയ്യുന്നത്. അതിൻ്റെ ഇഫക്റ്റ് അതാ കർത്താവ് പറഞ്ഞത്, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, തെറ്റിദ്ധരിക്കരുത്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാൻ വന്നതല്ല, ഞാൻ നിവർത്തിക്കാൻ വന്നതാ. അതുകൊണ്ട് കാച്ചിക്കുറുക്കി എല്ലാം കൂടെ 2 കൽപ്പനകളിൽ ഇങ്ങ് തന്നു. നിന്റെ ദൈവമായ കർത്താവിനെ എന്ത് ചെയ്യുക? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ നീ എന്ത് ചെയ്യുക? സ്നേഹിക്കുക.
നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ കൂടെ എന്ത് ചെയ്തേക്കുക? സ്നേഹിക്കുക. രണ്ടായിട്ട് കുറച്ചു. പക്ഷെ ഈ രണ്ടെണ്ണത്തിൽ എന്ത് ചെയ്തു? 10 കുടങ്ങ് ബലപ്പെടുത്തി. ഒരു പ്രമാണത്തിലൂടെ. ബൈബിൾ സ്കൂളിൽ എത്ര പ്രമാണമില്ലേ? മാങ്ങ തിന്നരുത്, അത് ചെയ്യരുത്, അത് ചെയ്യരുതെന്നല്ലേ. ഇപ്പോൾ തിന്നരുതെന്ന് മാത്രമല്ല, തിന്നരുതെന്നല്ലേ പറഞ്ഞത്, സഞ്ചിയിട്ട് വീട്ടിൽ കൊണ്ടുവരാമല്ലോ. എല്ലാം മാറ്റി. ആ ഒറ്റ ഒരു കേരള എന്നുള്ള ഒറ്റ പ്രമാണത്തോടെ. അപ്പോൾ ഈ പുതിയ പ്രമാണത്തിൽ വന്നിരിക്കുന്ന എനിക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ച എൻ്റെ ജീവിതം എന്ന് പറയുന്നത് പ്രമാണമില്ലാത്ത ജീവിതമല്ല, അതിശ്രേഷ്ഠമായ പ്രമാണത്തിൻ്റെ കീഴിലുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 10 കൽപ്പനയൊന്നും എന്ത് ചെയ്യാത്തത്? അതിന് അത്ര ഇമ്പോർട്ടൻസ്. കാരണം അതിനേക്കാൾ വലുതാണ് നമുക്ക് ദൈവം നമുക്ക് തന്നേക്കുന്നത്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടുകൂടെ സ്നേഹിക്കുക എന്ന് പറയുന്നത് കൂട്ടുകാരനെയും നിന്നെ പോലെ തന്നെ, നീ എങ്ങനെ നിന്നെ സ്നേഹിക്കുന്നോ അതുപോലെ നീ അവനെ സ്നേഹിക്കുക. അതിശ്രേഷ്ഠമായ, അതുകൊണ്ടാണ് പറയുന്നത്, അക്ഷരത്തിൻ്റെ പ്രമാണം തേജസ്സേറിയതായിരുന്നെങ്കിൽ ആത്മാവിൻ്റെ പ്രമാണം അതിനേക്കാൾ എത്രയോ തേജസ്സേറിയതായിരിക്കും. ഈ അനുഭവത്തിലൊന്ന് ജീവിച്ചു നോക്കിയേ. ഇതിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. അപ്പോൾ അതെങ്ങനെയാണ് സാധിച്ചത്? എൻ്റെ മരണത്താൽ. എപ്പോഴാണ് ഞാൻ മരിച്ചേ? ക്രിസ്തു മരിച്ചതോടുകൂടെ ഞാനും മരിക്കപ്പെട്ടതായി ഞാൻ എന്ത് ചെയ്തു വേണ്ടിയിരിക്കുന്നു. ദി ഐഡിയ ഓഫ് കോർപ്പറേറ്റ് സോളിഡാരിറ്റി. യേശു ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ പാപത്തിന് വേണ്ടിയായിരുന്നതിനാൽ ഞാനും പാപത്തിന് വേണ്ടിയല്ല ഞാൻ മരിക്കുന്നത്, പാപസമ്മതമായിട്ട് മരിച്ച് ഇനി പാപത്തിന് എൻ്റെ മേൽ അധികാരമില്ലാത്ത വിധത്തിൽ ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അതിനായി പൗലോസ് എന്ത് പറയുന്നു? ഭർത്താവ് ഉള്ളിടത്തോളം ഭാര്യ അതിനോട്, പക്ഷെ മരണത്താൽ അവൾക്ക് അതിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. നമ്മളാ മരിച്ചേ, ഭർത്താവല്ല. ന്യായപ്രമാണം ഇപ്പോഴും ഉണ്ട്, യഹൂദൻ ഇപ്പോഴും അല്ലേ. പിന്നെ നമ്മൾ മരിച്ചു, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പൊ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അതിൽ ജീവിക്കുന്നത്. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു പുരുഷന് ഭാര്യയായി തീർന്നു. ക്രിസ്തു എന്ന പുരുഷന് ഒരു നിർമ്മല കന്യകയായി എന്നെ തന്നെ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ എങ്ങനെ ജീവിക്കണം? ഫേസിലേഖനത്തിൽ അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി കറ, കളങ്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ന്യൂ കോൺസെപ്റ്റ് പോലും പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നറിയാമോ? എൻ്റെ മരണത്താൽ, യേശു ക്രിസ്തുവിനുള്ള മരണത്തിൽ ഞാനും പങ്കാളിയായി തീർന്നതിനാൽ ന്യായപ്രമാണത്തിൻ്റെ ശക്തിയിൽ നിന്നും ന്യായപ്രമാണത്തിൽ നിന്നും എനിക്ക് എന്ത് ചെയ്തു എന്നിരിക്കുന്നു? ഇനി എന്നെ വിധിക്കുന്നത് ന്യായപ്രമാണം വെച്ചല്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ, നീ കർത്താവിനെ വിശ്വസിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി ഇവിടുത്തെ വിഷയം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അങ്ങനെ പറയുന്നത് അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ വന്നേ, സകല ലോകത്തെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, പക്ഷേ അവരോ വെളിച്ചത്തെക്കാൾ കൂടുതൽ ഇരുളിനെ സ്നേഹിച്ചു. 1:9 ഏത് മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം. വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, അവർ വെളിച്ചത്തെക്കാൾ കൂടുതൽ എന്ത് ചെയ്തെന്നറിയാമോ? ഇരുളിനെ സ്നേഹിച്ചു. അപ്പൊ ഇവിടുത്തെ ഇനിയിപ്പോൾ ഒറ്റ ന്യായവിധി ഒത്രേ ഉള്ളൂ. എന്തുവാ? നീയും കർത്താവുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മളെ ആരെയും ന്യായപ്രമാണം വെച്ചല്ല എന്ത് ചെയ്യാൻ പോന്നേ? വിധിക്കാൻ പോന്നേ. കർത്താവായ യേശുവിനെ കുറിച്ച് കേൾക്കാനായിട്ടുള്ളൊരു വലിയ ഭാഗ്യം ദൈവം നമുക്ക് തന്നു. വായിച്ചോ. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും. യോഹന്നാൻ 3:19. യോഹന്നാൻ 3:19. വായിച്ചോ.
അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. അപ്പോൾ 7-ാം അധ്യായത്തിൻ്റെ കണ്ടന്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എങ്ങനെയാ നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചത്? കാരണം ന്യായപ്രമാണമായിരുന്നു നമ്മെ എന്ത് ചെയ്തത്? പാവിയാണെന്ന് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരുന്നേ? വിധിച്ചുകൊണ്ടിരുന്നേ. ഏത് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യ എപ്പോഴും ഇങ്ങനെ അത് ചെയ്ത് ഇത് ചെയ്ത് ശരിയായില്ല, അത് ചെയ്ത് നീ കൂട്ടാൻ ഇങ്ങനെ എപ്പോഴും എന്ത് ചെയ്യുക? ചത്ത് കിട്ടിയപ്പോൾ എന്താ നല്ല ഒന്ന് ദീർഘശ്വാസം വിട്ടു. ഓപ്പാ രക്ഷപ്പെട്ടല്ലോ. ഏഴാം അധ്യായം നമുക്ക് മുഴുവനൊന്ന് വായിച്ചു തീർക്കാം. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഒരു രത്നച്ചുരുക്കം കിട്ടും. ഇപ്പോഴോ 6-ാം വാക്യം, നമ്മളെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് ഇനി അക്ഷരം എന്നോട് പറയുന്ന ന്യായപ്രമാണത്തെ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. വി ആർ ഫ്രീ ഫ്രം ദ ലോ. അതുകൊണ്ടാണ് ഞാൻ പോർക്കിറച്ചി കഴിക്കുന്നത്. ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട കേട്ടോ, ഞാൻ കഴിക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം അല്ലേ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും ചില ആളുകൾ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള ആവോലിയും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല മീനും എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ കഴിക്കാൻ പാടില്ല. പ്രോൺസ് കഴിക്കാൻ പറ്റത്തില്ല. അത് പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, ഇത് ഇത്രയും മാത്രമേ വർജിക്കാവൂ. അത് ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ആളുകൾ വന്നപ്പോൾ യഹൂദന്മാരൊക്കെ പറഞ്ഞു, ഒരു കാര്യം വന്നോട്ടെ, നമ്മൾ ജീവിക്കുന്ന പോലെ അവരെന്ത് ചെയ്തോണം? ജീവിച്ചോണം. നമ്മുടെ ആഹാര പദാർത്ഥം, നമ്മുടെ എന്തൊക്കെയാണോ നമ്മുടെ ലൈഫ് കാർഡ്. ഈ പെന്തിക്കോസ്തർക്കുള്ള ഏറ്റവും വലിയ ദോഷം അതാ. നമ്മൾ എവിടെ ചെന്നാലും കേരളത്തിലെ സ്റ്റൈൽ എല്ലായിടത്തും ആക്കാൻ നോക്കും. ആരാധന നമ്മുടെ സ്റ്റൈലിലായിരിക്കും. ഭാരത സുവിശേഷീകരണത്തിലെ ഏറ്റവും തടസ്സമായി നിന്നത് ആ ഒറ്റ ഒരു കാര്യമാണ്. എവിടെ പോയാലും അവരെ നമ്മൾ എന്ത് ചെയ്യും? കേരള സ്റ്റൈലിലോട്ട് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കും. അവരുടെ വസ്ത്രം പോലും മാറ്റി കളഞ്ഞത് നമ്മൾ. അങ്ങനെ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ആളുകൾ വന്നു. കൊർന്നല്യോസിന്റെ ഭവനക്കാർ മുഴുവൻ ജാതികളായിരുന്നു. വിശ്വാസത്തിൽ വന്നപ്പോൾ ചില യഹൂദ മേട്ടാണികൾ പറഞ്ഞു, എന്ത് ചെയ്യട്ടെ, നമ്മുടെ ആചാരപ്രകാരം തന്നെ അവരെന്ത് ചെയ്യണം? ഒന്ന് പരിച്ഛേദനയാക്കണം. യഹൂദൻ്റെ നമ്പർ 1 കാര്യം അതാ. എല്ലാവരും പരിച്ഛേദനയാക്കണം. 2 ആരാധന രീതികളൊക്കെ നമ്മുടെ കൂടെ ആവണം. ജീവിതശൈലി നമ്മുടെ കൂടെ ആക്കണം. അവസാനം ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അപ്പോസ്തലന്മാരുടെ അടുക്ക ചെന്നു. ഇങ്ങനൊരു വിഷയം വന്നേക്കുന്നത് എന്തുവാന്ന് ചോദിച്ചു. അപ്പോൾ പ്രവർത്തികളുടെ പുസ്തകം വാ. ദ ഫസ്റ്റ് സുനഹദോസ്, സഭയുടെ ആദ്യത്തെ സുനഹദോസ് അത്. അപ്പോൾ 15-ാം അധ്യായം. ഓക്കെ, അപ്പോൾ 10-ാം അധ്യായത്തിൽ ആരൊക്കെ വന്നു? കൊർന്നല്യോസും കുടുംബവും ഇതിനകത്ത് വന്നു. 15-ാം അധ്യായത്തിൽ 15-1 വായിക്കേ. ജാതികളും ദൈവവചനം സ്വീകരിച്ച് എന്ന് അപ്പോസ്തലന്മാരും യഹൂദിയുള്ള സഹോദരന്മാരും കേട്ടു. ജാതികൾ ഒത്തിരി ആളുകളിനകത്ത് കയറാൻ തുടങ്ങി. 12-ാം അധ്യായം ആയപ്പോഴത്തേന് ജാതികളുടെ ഇടയിലേക്ക് അപ്പോസ്തലന്മാരെ പറഞ്ഞേക്കാൻ തുടങ്ങി സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് 15-ാം അധ്യായം യഹൂദിയിൽ നിന്ന് ചിലർ വന്ന്, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ല എന്ന് സഹോദരന്മാരോട് പറഞ്ഞു. സംഗതിയൊക്കെ ശരിയായിരിക്കും. നിങ്ങൾ സ്നാനപ്പെട്ട് അഭിഷേകമൊക്കെ പ്രാപിച്ചിട്ടുണ്ടോ? 10-ാം അധ്യായം നടന്നല്ലോ. ഇനി പരിച്ഛേദനയും കൂടെ നിങ്ങൾ ഏറ്റില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? നിങ്ങളുടെ രക്ഷ പൂർണ്ണമല്ല. അത് ഓരോ സഭകളെ ചോദിച്ചു നോക്ക്, സ്വർഗത്തിൽ പോകാൻ ഞാൻ എന്നാ ചെയ്യണമെന്ന് ഓരോ സഭകളോട് ചോദിക്കുക. എല്ലാവരും അവരവരുടേതായിരിക്കുന്ന ഒരു അഡീഷൻ ഉണ്ടായിരിക്കും. അങ്ങോട്ടൊന്നും ഞാൻ കയറുന്നില്ല, സഭകൾ എടുക്കുന്നില്ല. എപ്പോഴൊന്നും ഡിസ്റ്റിങ്റ്റീവ് ടീച്ചിങ്സ് ഓഫ് ചേർച്ചസ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. നിങ്ങൾക്ക് എടുക്കുമല്ലോ എന്ന് ഞാൻ അറിയത്തില്ല. ഓരോ സഭകളുടെയും അവരുടേത് മാത്രമായ ഉപദേശം.
ഒരു കൂട്ടർ വിശ്വസിക്കുന്ന തിരുവത്താഴം രാത്രി മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നാണ്. പകലവർ തിരുവത്താഴം എടുക്കില്ല. അത് പാപമാണെന്ന് വിശ്വസിക്കുന്നവരവർ. അല്ല, അവർ പറയുന്നത് എന്താ? അത്താഴമല്ലേ? അത്താഴം ആരും ഉച്ചയ്ക്ക് കഴിക്കില്ലല്ലോ. അത്താഴം രാത്രിയേ കഴിക്കത്തുള്ളൂ. ആ പേരിനോടവർ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അല്ലേ അവനപ്പം എടുത്ത്. അപ്പോൾ രാത്രി തന്നെ ഇത് വേണം. രാത്രി തന്നെ ഇത് വേണം. അപ്പോൾ തിരുവത്താഴം രാത്രിയിലേ നടത്താവൂ എന്ന് പറയുന്ന ഒരു നിർബന്ധമായിട്ടുണ്ട്. കേരളത്തിൽ നല്ല ശക്തിയായ സഭകളുണ്ട്. രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ, അഭിഷേകം പ്രാപിച്ചവരാ, ദൈവകൃപയെ നിൽക്കുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവർ കണ്ടും പിടുത്തമാണ്. വേറൊരു കൂട്ടരുണ്ട് ഇനി പാദശുശ്രൂഷയോടുകൂടെ മാത്രമേ ഇത് നടത്താൻ പാടുള്ളൂ പഠിപ്പിക്കുന്നവരുണ്ട്. കാരണം കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങളെ കഴിയുമെങ്കിൽ നിങ്ങളും അത് അങ്ങനെ തന്നെ ചെയ്യണമെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യമുള്ള, കർത്താവ് അപ്പോസ്തലന്മാരുടെ കാതാൻ കഴിയുന്നത്? നമ്മുടെ തമ്മിൽ അപ്പോസ്തലന്മാരില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തില്ല? കർത്താവ് പുരുഷാരത്തിൻ്റെ ഒന്നും കാര്യം കഴിയുമോ? ഞാൻ പറഞ്ഞു തന്നെ. അപ്പോൾ ഇതൊക്കെ ടെക്നിക്കലായിട്ട് പറയും. അപ്പോൾ പക്ഷേ ഇവരൊക്കെ നല്ല മനുഷ്യരാട്ടോ. അയ്യോ, അതാണ് ഏറ്റവും രസം. വളരെ നല്ല മനുഷ്യരെ. പക്ഷെ ഈ ഒരു കടുംപിടുത്തമാണ് അവർ. ഇനി വേറൊരു കൂട്ടരുണ്ട്, അഭിഷക്തന്മാർ മാത്രമേ സ്നാനപ്പെടുത്താൻ പാടുള്ളൂ, അവരുടെ സ്നാനമേ ശരി, അല്ലാതെ എവിടെ പെട്ടാലും വീണ്ടും അവരെ സ്നാനപ്പെടുത്തണമെന്ന് വിശ്വസിക്കുന്ന ഗ്രൂപ്പുണ്ട്. പണ്ട് നമ്മളും ചെയ്തിരുന്നു. നമ്മൾ മീൻസ് എൻ്റെ അപ്പച്ചനൊക്കെ ചെയ്തിരുന്നു. കാരണം അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തിയത് അഭിഷേകം പ്രാപിച്ചതിന് ശേഷമാണ്. അതുകൊണ്ട് അഭിഷക്തപ്പെടുത്തുന്ന സ്നാനമാണ് ശരി, അല്ലാതെ ആര് സ്നാനപ്പെടുത്തിയാലും ആ സ്നാനത്തെ അവർ അംഗീകരിക്കും. ബ്രദറുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും മുക്കിയിരുന്നു. ബ്രദറിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്രദർ, ബാപ്റ്റിസ്റ്റ്, അങ്ങനെ മുതിർന്ന സ്നാനം കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരെ പോലും അവർ രണ്ടാമത് സ്നാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യത്തുള്ളായിരുന്നു? അവർ എടുക്കത്തുള്ളൂ. മരുന്ന് ചെയ്യുന്നവർക്ക് തിരുവത്താഴം കൊടുക്കാത്തതുണ്ട് ഇപ്പോഴും. അപ്പം അവരെയൊക്കെ സംബന്ധിച്ച് സ്വർഗത്തിൽ പോകണമെങ്കിൽ അവർ പറയുന്ന നിയമങ്ങൾ ആയ ഫുൾ ഹോസ്പിറ്റലിൽ ആരും പോവില്ല. കാര്യം എന്നാ? അവരുടെ സഭയനുസരിച്ച് സ്നാനപ്പെടുത്തേണ്ടത് വിവാഹം പോലും കഴിക്കാത്ത ആളുകളായിരിക്കണം. അങ്ങനെ അവർ പറയുന്ന വാക്യമുണ്ട്, കന്യക സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവരാണ് അവരെന്ന്. എല്ലാവർക്കും വാക്യമുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും നല്ല സന്തോഷമുള്ള കാര്യം. എല്ലാവർക്കും വാക്യമുണ്ട്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനത്തെ ഇതെല്ലാം ജനം ആകെ എന്ത് ചെയ്യുന്ന ജാതികളിൽ നിന്ന് വന്നവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് മോശ പറഞ്ഞതാ, ഇത് ഞാൻ നിത്യ നിയമമായി കൊടുത്തിരിക്കുന്നു എന്നാ പറഞ്ഞേക്കണേ. ഏത്? പരിച്ഛേദന. അതുപോലെ ശനിയാഴ്ചയെ ആരാധിക്കാവൂ എന്ന് വിശ്വസിക്കുന്ന പെന്തക്കോസ്തുകാരുണ്ട്. കാരണം ശാബത്ത് ഞാൻ നിത്യ നിയമമായി വെച്ചിരിക്കുന്നു. ഇവർക്കെല്ലാം വാക്യമുണ്ട്. പക്ഷെ മുമ്പിലത്തെയും താഴത്തെയും വായിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു വാക്യം അടർത്തി എടുത്തിട്ട് മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇതൊരു വലിയ വിഷയമായി സഭയിൽ. കാരണം സഭയങ്ങ് കൈവിട്ട വളർച്ചയാണ് സഭയ്ക്കുണ്ടായേ. പരിശോധന നിങ്ങൾ ഏൽക്കാതിരുന്നാൽ രക്ഷപ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസും ബർന്നബാസും അവരോട് അല്പമല്ലാത്തൊരു വാദവും തർക്കമൊക്കെ ഉണ്ടായി. പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലർ ഈ പ്രശ്നത്തെപ്പറ്റി സംസാരിക്കാൻ യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കൽ പോകണമെന്ന് അവർ നിശ്ചയിച്ചു. അവരെന്ത് ചെയ്തെന്നറിയാമോ? ഇതൊരു വലിയ വിഷയമായപ്പോൾ പൗലോസും ബർന്നബാസും കൂടെ, കാരണം പൗലോസ് ജാതികളുടെ അപ്പോസ്തലനായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പം വേറെ ആർക്കൊന്നും നഷ്ടമില്ലല്ലോ. ഇവൻ നേടിയ ആത്മാക്കൾ മുഴുവന് ഇവനെ എല്ലാത്തിനും കൂടെ എന്നെ പരിചയം ഏൽപ്പിക്കാൻ പറഞ്ഞത് എന്തോ ഇത്. അപ്പോസ്തലന്മാരുടെ അടുക്ക വന്നു, അവിടെ വന്ന് റിപ്പോർട്ട് കൊടുത്തു. പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, സഹോദരന്മാരെ, കുറേ നാൾ മുമ്പ് ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികളുടെ ഇടയിൽ സുവിശേഷം ഇതൊക്കെ പറഞ്ഞ് വന്നിട്ട് 27-ാം വാക്യം, അയച്ചിരിക്കുക, ഞങ്ങൾ യൂദാസിന് ചെയ്ത് അവരൊക്കെ എല്ലാം കൊണ്ട് തീരുമാനത്തിലേക്ക് വന്നു. അന്ന് പറഞ്ഞോ, അവർ വാമൊഴിയായും ഇത് തന്നെ നിങ്ങളെ അറിയിക്കും. ഒരു വിശ്വാസി, പുതിയ നിയമ വിശ്വാസി ജീവിതത്തിൽ പാലിക്കേണ്ട വേർപാട് എവിടേക്കാന്ന് പറയുന്നത്? ഒന്ന്, വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം,
എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും ബോധ്യം വന്നിരിക്കുന്നു. ഇത്രയും കാര്യം. രക്തം കഴിക്കാൻ പാടില്ല, നമ്മൾ ബ്ലഡ് ഫ്രൈ കഴിക്കാൻ പാടില്ല. ബ്ലഡ് ഫ്രൈ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ചില രാജ്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ബ്ലഡ് അങ്ങനെ തന്നെ ഒരു പാത്രത്തിൽ അത് കഴിക്കാൻ തരും. തായ്ലൻഡ് അങ്ങനെയൊക്കെ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും ഇതുപോലെ. കേരളത്തിൽ ഇവിടുന്ന് കണ്ടിട്ടില്ല, ഇനി വല്ലയിടത്തും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തുമില്ല. ഇങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ മൃഗങ്ങളുടെ കേട്ടോ, മനുഷ്യൻ്റെ അല്ല. കാരണം രക്തം കഴിക്കാൻ പാടില്ലെന്ന് പറയാൻ കാരണം രക്തത്തിലല്ലോ ജീവൻ എന്ന പ്രമാണം പറയുന്നത്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതാണ് നമ്മൾ എന്ത് ചെയ്യരുത്. വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെട്ടതിൻ്റെ കണ്ണുമുമ്പിൽ ഇതിൻ്റെ മനസ്സാക്ഷി ഏതുവായി കഴിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത്, കാരണം വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് കഴിക്കുന്നെങ്കിൽ അതിനൊരു പേരുണ്ട്. എന്തുവാ അത്? വിഗ്രഹാർപ്പിതം അല്ല, പ്രസാദം. അതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദമൊന്നും കഴിക്കാതെ നമ്മൾ. അത് പുള്ളിയെ പ്രസാദിപ്പിച്ചിട്ട് കിട്ടിയതിൻ്റെ അതാണ് നമ്മളത് കഴിക്കാത്തത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, പുള്ളി ഒരു പൂജാരിയാണ്, വളരെ നല്ലൊരു മനുഷ്യനാണ്, പൂജാരിയാണ്. അപ്പോൾ പുള്ളി അവിടെയൊക്കെ പോയി പുള്ളി ഇടയ്ക്ക് കുറേ അരിയും സാധനങ്ങളൊക്കെ കൊണ്ട് ഡ്രസ്സ് സാധനങ്ങളൊക്കെ കൊടുത്തു കേട്ടോ പുള്ളി. അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കും, ഇന്നാൾ പാസ്റ്ററെ ഞാൻ അമ്പലത്തിൽ നിന്ന് കുറച്ച് പായസം കൊണ്ടുവന്നു, പ്രസാദം കൊണ്ടുവന്നുണ്ട്, ഫാദറിനെ തന്നോട്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രസാദം കഴിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയോട് ഞങ്ങൾ സൂചനകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ആരാധിക്ക് വരാൻ വേണ്ടി ഞാൻ വരാൻ പറഞ്ഞു. നമ്മളെയൊക്കെ യൂട്യൂബിൽ പുള്ളി കേൾക്കും, വലിയ ഇഷ്ടം പുള്ളിക്ക്. അപ്പോൾ എന്തുവാന്ന് അറിയത്തില്ല. പുള്ളി MBA കാരനാട്ടോ, MBA കാരനാണ്, നല്ല ശമ്പളമാണ് പൂജാരിക്ക്. അതറിയാമോ നിങ്ങൾക്ക്? അമ്പലത്തിലെ പൂജാരിക്ക് നല്ല ശമ്പളമാണ്. പുള്ളി അതൊരു ജോലിയായിട്ടാണ് ചെയ്യണത്, അല്ലാണ്ട് പുള്ളിക്ക് അതിനകത്ത് പുള്ളി തന്നെ എന്നോട് പറഞ്ഞു എനിക്കിതൊന്നും അതൊന്നുമില്ല, പക്ഷേ എനിക്ക് വേറെ ജോലി കിട്ടില്ല. പുള്ളിയപ്പോൾ എവിടെ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ഫാദറെ പ്രാർത്ഥിച്ചോളോട്ടോ, അതിന് വലിയ വലിയ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ നേരത്തെ പുള്ളി ഇവിടെ വന്നിട്ട് എന്നെ നേരിട്ട് കണ്ട് പ്രാർത്ഥിച്ചിട്ടേ പോകുള്ളൂ പുള്ളി. എനിക്ക് ഫാദർ എനിക്കിത് കളയണമെന്നുണ്ട്, പക്ഷെ വേറൊരു ജോലി കിട്ടണ്ടേ. പുള്ളി പലയിടത്തും ട്രൈ ചെയ്യുന്നുണ്ട് പുള്ളിക്കൊരു ജോലി കിട്ടാനായിട്ട്, MBAക്ക് ആ തത്തുല്യമായ ജോലി കിട്ടാനായിട്ട്. ശരി പോട്ടെ, അതല്ല എൻ്റെ വിഷയം. അപ്പോൾ വിഗ്രഹാർപ്പിതം പാടില്ല, രക്തം പാടില്ല, ശ്വാസം മുട്ടിച്ചത്തത് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നേ. പന്നിയെ ഇപ്പം അങ്ങനല്ലയോ കൊല്ലുന്നതെന്ന് ചോദിക്കും. അല്ല, അടിച്ച കൊല്ലുക, മണ്ടയ്ക്കൊരു അടിച്ച കൊല്ലുക, മണ്ടയ്ക്കൊരു നിറയിലൊറ്റ കൊട്ടു കൊടുക്കും. എന്തുകൊണ്ടാണ് ശ്വാസം മുട്ടിച്ചത് കഴിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം ബ്ലഡ് അതിൻ്റെ ഇതിനകത്ത് ബ്ലഡ് കട്ട പിടിച്ചിരിക്കും, ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ്. അടുത്തത് പിന്നെ പരസംഗം. അതെന്തുവാ? അതെന്നാ സംഭവം? അധാർമിക ജീവിതം. അതാണ് പരസംഗം എന്ന് പറയുന്നത്. ആക്ച്വലി അവിവാഹിതരായിരിക്കുന്ന ഒരു പുരുഷനോ സ്ത്രീയോ വിവാഹിതരായിരിക്കുന്ന ഒരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനാ പരസംഗം. വേറെ പദമാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. വിവാഹിതർ തമ്മിൽ ചെയ്യുന്നതാണ്. പരസംഗം അവിവാഹിതർ തമ്മിൽ ചെയ്യുന്നതാണ്. അപ്പം ന്യായമായിട്ട് ഒരാൾ എന്നോട് ചോദിച്ചു, ഓക്കെ പരസംഗം അപ്പം നമുക്ക് വ്യഭിചാരം ആവാമല്ലേ? പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ. ഏത് വർജിച്ചിരിക്കാൻ പറഞ്ഞത്? എൻ്റെ കൊച്ചേ, ഇത് അനുവദനീയമാണെങ്കിൽ അതിനേക്കാൾ മോശമാ മറ്റേതെന്ന് എല്ലാവർക്കും അറിയാം. തൊട്ടിട്ടിപ്പാടെങ്കിൽ തൊട്ട് നക്കിയെങ്കിൽ എപ്പാടെന്നാണ് ചോദിച്ചോല. ഏത് വിവാഹിതരാവാത്ത ആളുകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമായിട്ട് ദൈവം കാണുന്നെങ്കിൽ വിവാഹിതര് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന ഇതിനേക്കാൾ എത്രയോ പാപമായിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യാഞ്ഞ വീണ്ടും അത് എടുത്തു പറയാഞ്ഞത്. ശരി, അപ്പം ഒരു പുതിയ നിയമ ജാതികളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളോട് വചനപ്രകാരം ഇത്രയും മാത്രമേ അവരോട് ഒഴിവായിരിക്കാനായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആദിമകാലത്ത് പെന്തക്കോസിലൊക്കെ വന്നോഴ താലിമാല പോലും അവർ പറിച്ചെറിയാൻ കാരണം എന്നാണെന്നറിയാമോ?
ആ താലിയുടെ ചിഹ്നം പോലൊരു പാമ്പിൻ്റെ തലയ്ക്കകത്ത്, പിന്നെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അതിന് കുരിശിൻ്റെ ഒരു അടയാളം അതിനകത്ത് ഇട്ടെന്നേ ഉള്ളൂ. പക്ഷെ ആ താലിയുടെ അടയാളം അപ്പോഴും എന്താണെന്നറിയുമോ? ഒരു സർപ്പത്തിൻ്റെ തലയുടെ ഭാഗം തന്നെ. കാരണം അത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് അതിനോട് എന്ത് ചെയ്തെന്നറിയാമോ? നിങ്ങൾ ഈ പഠിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു മനുഷ്യനാണ്. കാഴ്ചങ്കാവിൽ ചെന്ന് കഴിഞ്ഞാൽ വിവിധ ജാതിക്കാരുടെ താലി അവിടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. കാഴ്ചങ്കാവിൽ 2 സെക്ഷനുണ്ട്. ഒന്ന് മൃഗങ്ങളുടെ, മറ്റേത് മ്യൂസിയത്തിനകത്ത് ഇതുണ്ട്. പഴയ കാലത്തെ നാണയങ്ങൾ, അങ്ങനെ കുറേ കാര്യത്തിൽ പല ജാതിക്കാരുടെ താലി കൊടുത്തിട്ടുണ്ട് അവിടെ. ബ്രാഹ്മണൻ്റെ താലിക്ക് വ്യത്യാസമുണ്ട്, പറയൻ്റെ താലിക്ക് വ്യത്യാസമുണ്ട്, ഈഴവരുടെ താലിക്ക് വ്യത്യാസമുണ്ട്. എല്ലാം വ്യത്യസ്തമായ താലികളാണ്. അപ്പം അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ആ ദേവപ്രസാദത്തോടുകൂടെ നിർമ്മിച്ച സകലത്തോടും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? വിട പറഞ്ഞു. വിഗ്രഹാരാധനയോടുള്ള ബന്ധം, അതാണ് ഇതിൻ്റെ ആരംഭം. വിഗ്രഹങ്ങളോട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? സമ്പൂർണമായി വിട പറഞ്ഞിരിക്കുന്നു നമ്മൾ. അപ്പോൾ അതിൻ്റെ ചരിത്രം നമ്മൾ നോക്കിയെങ്കിലേ നമുക്കിതിൻ്റെ എല്ലാം ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പോട്ടെ, 7-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു തരാം. ആകെ ഞാൻ എന്ത് പറയണ്ടു? അപ്പം ന്യായപ്രമാണം പാപമാണെന്നോ ഇത്രയും പറഞ്ഞു വന്നപ്പോഴത്തേക്കും അമ്പോ ന്യായപ്രമാണം ഇത്ര ക്രൂരനായിരുന്നോ, ഇവൻ ഇത്ര ദുഷ്ടനായിരുന്നോ? അല്ല, ഈ ന്യായപ്രമാണം തന്നതൊക്കെ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാ. നീ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാ, അല്ലേ? നിനക്ക് നീതീകരണം തരാൻ വേണ്ടിയിട്ടാ വായിച്ചത്. ഒരു നാൾ വരുത് ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ എന്ത് ചെയ്തിരുന്നില്ല, അറിഞ്ഞില്ല. ഞാൻ ഈ ചെയ്തത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായത് ന്യായപ്രമാണം കിട്ടിയപ്പോഴാ. ഞാൻ മോഹിച്ചത് തെറ്റായി പോയെന്ന്, ഞാൻ മോഷ്ടിച്ചത് തെറ്റായി പോയെന്ന്. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു എന്ന് പറഞ്ഞാൽ, ഈ ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ പാപത്തിന് യാതൊരു പാപം ആക്റ്റീവല്ല, അല്ലെങ്കിൽ അതിനെ പാപമായിട്ട് എന്ത് ചെയ്യത്തില്ല, കണക്കാക്കുന്നില്ലായിരുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി എനിക്ക് ലഭിച്ച കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു. സ്വർഗത്തിൽ പോകാൻ വേണ്ടി എനിക്ക് തന്ന കൽപ്പനയൊക്കെ പാലിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ നരകത്തിന് യോഗ്യനായിട്ട് മാറി. ഓരോ കൽപ്പനകളും എന്നെ കൂടുതൽ നരകയോഗ്യനായി, ശിക്ഷായോഗ്യനായി തീർത്തു. അടുത്തത് ന്യായപ്രമാണവും കൽപ്പന ഇതൊക്കെ നല്ലതായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് പറ്റണ്ടേ? എന്നെ കൊണ്ട് പറ്റണില്ല. 9 എണ്ണമൊക്കെ എന്ത് ചെയ്തു? ഞാൻ കടിച്ചും പറിച്ചും ഒക്കെ നോക്കി. 10ാമത്തെ ആയപ്പോഴെന്ന് പോയി. ഇത് ഈ പാമ്പും കൂടിയും കളിക്കും പോലെ കളിച്ച് ഏതാണ്ട് 98 കഴിഞ്ഞു. പിന്നെ വീണ് 99 പാമ്പ് കുളിച്ചത് പോയി താഴെ. ഒരുമാതിരൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? കടിച്ചു പിടിച്ച് എൻ്റെ സ്വന്തം വ്യക്തി കൊണ്ടൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അവസാനം വായിച്ചോനി അപ്പം അതിൻ്റെ അർത്ഥം എന്തോ? നന്മയ്ക്കായി എനിക്ക് തന്നത് എൻ്റെ ദോഷത്തിനായി പരിണമിച്ചു, എൻ്റെ മരണത്തിനായി പരിണമിച്ചു എന്നാണോ? അല്ല, അതൊന്നും അല്ല ഞാനീ പറയുന്നത്. ഒരു നാളും അല്ല. പാപമാ എന്നെ മരണത്തിലേക്ക് വഴി നടത്തിയത്. ഞാൻ ചെയ്ത പ്രവൃത്തി, ഈ പ്രമാണമല്ല. ആ ആ ആ ആ ന്യായപ്രമാണം ആത്മീയമാ. അത് നമുക്ക് ആത്മീയമായിട്ട് വളരാനും ജീവിക്കാനുമായിട്ട് തന്നതാണ്. ഞാനോ പക്ഷെ എന്നെ കൊണ്ടത് പറ്റുന്നില്ല. ഞാനോ ജഡമയൻ. പിന്നെ ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ തന്നെ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല വെറുക്കുന്നത്രേ ചെയ്യുന്നത്.
ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പക്ഷേ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നതുമില്ല. ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം ഞാൻ കാണുന്നു. ഞാൻ ഉള്ളം കൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിന് എന്നെ അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഇത് ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ നിലവിളിയാണ്. പൗലോസിന് അറിയാം ഇതെന്തുവാണ്. കാരണം യേശു ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുൻപ് താൻ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജീവിച്ചിട്ട് ന്യായപ്രമാണപ്രകാരം അനന്യനായി തീരേണ്ടതിനെ കാട്ടിക്കൂട്ടിയതായിരുന്നു ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചതുപോലും. എന്തിനാ ക്രിസ്ത്യാനികളെ കൊന്നേ? പൗലോസ് കൊല്ലാനും അതിനുള്ളതൊക്കെ കൂടിയത് ന്യായപ്രമാണപ്രകാരം എനിക്ക് നീതി ലഭിക്കേണ്ടത്. ചെയ്യുന്നത് തെറ്റാന്ന് എനിക്കറിയാം. കൊല ചെയ്തതെന്ന് ദൈവപ്രമാണം എൻ്റെ ഉണ്ട്. പക്ഷേ ന്യായപ്രമാണ നിമിത്തം ഞാൻ അനന്യനായി വെളിപ്പെടണമെങ്കിൽ, ഞാൻ തീഷ്ണതയുള്ളവനായി തീരണമെങ്കിൽ ഞാനത് ചെയ്തേ മതിയാകുള്ളൂ. പൗലോസ് പറയാ, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരം തന്നെ ആര് വിടുവിക്കും? എന്നിട്ട് മറുപടി പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ അതിൽ നിന്ന് വിടുവിച്ച യേശു ക്രിസ്തു. ഇന്ന് ഞാൻ പാപപ്രമാണത്തിന് അധീനനല്ല. ഇന്നെൻ്റെ ശരീരത്തെ വാഴുന്നത് പാപപ്രമാണമല്ല. ഇന്നെന്നെ പാപിയായിട്ട് വിധിക്കുന്നത് ന്യായപ്രമാണമല്ല. ഇന്നെൻ്റെ ജീവിതം ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതീകരണം പ്രാപിച്ചിട്ട് ഞാനിതിൽ നിന്ന് പൂർണ്ണ ജയം ഞാൻ പ്രാപിച്ചിരിക്കുക. ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഇത് തൻ്റെ പഴയ അനുഭവത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അല്ലാതെ പൗലോസ് ഇപ്പോഴും അങ്ങനെയാണെന്നല്ല പറയുന്നത്. എ മാൻ അണ്ടർ ദ ലോ, ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ താൻ ജീവിച്ചിരുന്ന നാളുകളിൽ താൻ അനുഭവിച്ച തൻ്റെ പേഴ്സണൽ, തൻ്റെ വ്യക്തിപരമായ വടംവലികളായി പറയുന്നത്. എനിക്ക് നന്മ അറിയായിരുന്നു, എനിക്ക് ന്യായപ്രമാണം അറിയായിരുന്നു, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ അതേ ന്യായപ്രമാണം തന്നെ പറയുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നീതീകരണം പ്രാപിക്കുക. അതുകൊണ്ടാണ് അവൻ ക്രിസ്ത്യാനികളെ കൊല്ലാനും മുടിപ്പിക്കാനും ഒക്കെ പോയത്. ന്യായപ്രമാണം, പക്ഷെ ഇന്ന് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം എനിക്ക് ഇതിൽ നിന്നൊരു പൂർണ്ണ വിടുതൽ എനിക്ക് കിട്ടി. അതാ പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു മാത്രം എനിക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് 8-ാം അധ്യായത്തിൽ പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ല. കാരണം നീ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ന്യായപ്രമാണ പ്രകാരമല്ല നിന്നെ ഇപ്പം വിധിക്കുന്നത്. നിന്റെ അവയവങ്ങളെ നീതിയുടെ അവയവങ്ങളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, സമർപ്പിച്ചിരിക്കുന്നു. ഇപ്പം ദൈവപ്രസാദം അനുസരിച്ച് ജീവിക്കുന്ന നിനക്ക് ഇനി ശിക്ഷാവധി ഇല്ല. അപ്പൊ നീതീകരണം പ്രാപിച്ചിരുന്ന വ്യക്തിയുടെ 4-ാമത്തെ അനുഭവം എന്തുവാ? അവൻ ശിക്ഷാവധിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ 7-ാം അധ്യായത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഇപ്പം എന്തോ പറഞ്ഞേക്കുന്ന പൗലോസ് പറഞ്ഞ എന്തുവാ? നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തി ന്യായപ്രമാണത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുക. അതിൻ്റെ അർത്ഥം പ്രമാണമില്ലാത്തൊരു ജീവിതമൊന്നല്ല, അതിശ്രേഷ്ഠമായൊരു പ്രമാണത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഇപ്പോഴും അനുഭവിക്കുന്ന മാനസിക സംഘർഷമാണ് 7-ാം അധ്യായത്തിൽ പറയുന്നത്. എന്താ നന്മ ചെയ്യാൻ അവൻ അറിയാം, പക്ഷെ പറ്റുന്നില്ല.
ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവനെ കൊണ്ട് പറ്റാത്ത രീതിയിൽ അവനായി തീർന്നിരിക്കുക. അപ്പം ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അരിഷ്ടപൂർണമായ ജീവിതമാണ്. അതിൽ നിന്ന് സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ പ്രാപിച്ചവന് യേശുക്രിസ്തുവിലൂടെ ഒരു സ്വാതന്ത്ര്യപൂർണമായൊരു ജീവിതം. ഇനി അവൻ ന്യായപ്രമാണം പാലിച്ചില്ലെങ്കിൽ എന്നെ ശിക്ഷിക്കുമോ എന്നുള്ള പേടിയൊന്നും അവനില്ല. കാരണം ഐ എം ഫ്രീ ഫ്രം ദാറ്റ്. അവൻ ആ സോൺ കഴിഞ്ഞ് ആ പ്രതലം വിട്ടു. ഒരു പുതിയ മണ്ഡലത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. ഇനി ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല നമ്മൾ ജീവിക്കുന്നത്. പൗലോസിൻ്റെ ഭാഷ പറഞ്ഞ തുടരരുത്, പിടിക്കരുത്, കാണരുത് ഇതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. യു ഡു ഇറ്റ് ഓട്ടോമാറ്റിക്കലി. നീ തന്നെ അത് എന്ത് ചെയ്യുക, ചെയ്യാണ്. കാരണം ഒരു പുതിയ ഹൃദയം നിനക്ക് കിട്ടി. ദൈവപ്രമാണം നിങ്ങളുടെ ഉള്ളിൽ വന്നു. ഇനി കൽപ്പലകൾ എഴുതിയിരിക്കുന്ന പ്രമാണമല്ല, ഹൃദയം എന്ന മാംസപ്പലയിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രമാണമാണ് നമുക്കിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ലഭിച്ചിരിക്കുന്നത്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കയറുക. അത് കഴിഞ്ഞാൽ പിന്നെ 9, 10, 11 അധ്യായങ്ങളാണ്. അത് സമ്പൂർണമായിട്ടും യഹൂദനെ കുറിച്ച് മാത്രമുള്ളൊരു വിഷയമാണ്. ഇത്രയൊക്കെ പറഞ്ഞു വന്നപ്പോഴും പിന്നെ ഈ യഹൂദനൊരു ചെറിയതാണ്. അപ്പം നീ എന്തോ പൗലോസേ നീ പറയുന്നത്? ഞങ്ങളെ ദൈവം തള്ളിക്കളഞ്ഞെന്നാണോ ഈ പറയുന്നത്? അപ്പം ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്തുവാ? അതിൻ്റെ ഉത്തരമാണ് 9, 10, 11 അധ്യായങ്ങളിൽ. അതൊരു ബ്ലോക്ക്. അതാണ് ഭാഗം 3. പിന്നെ 12 മുതലുള്ളതാണ്. 12, 13, 14, 15, 16 അത് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫാണ്. ഈ അനുഭവം പ്രാപിച്ചവരൊക്കെ ഇതൊക്കെ തിയറിയാണ്. ഈ അനുഭവം പ്രാപിച്ചവരെങ്ങനെയാണ് ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ, അതായത് ഹൗ ടു ഇംപ്ലിമെന്റ് ദീസ് തിങ്സ് ഇല്ലേ? ഒരു പശു പുല്ലുരുന്നൊരു പടം വരയ്ക്കാൻ പറഞ്ഞാൽ എളുപ്പമാണ് ഇല്ലയോ? ഒരു പശു പുല്ലുരുന്ന പടം വരയ്ക്കാൻ പറഞ്ഞാൽ എളുപ്പമാണ്. ഒരു കാര്യം ചെയ്യുന്ന ഈ പശുവിനെ കൊണ്ട് ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ, അതിനെ കൊണ്ടുവന്ന് തീറ്റ എന്ന് പറഞ്ഞ് തന്നാലോ, അന്നേരം വിവരം അറിയും. അതാ പ്രാക്ടിക്കല്. ഏത് പശുവിനെ കയറും പിടിച്ച് തീറ്റാൻ കൊണ്ടുപോകുന്നതേ, അതാ പ്രാക്ടിക്കല്. ഒരാൾ നീന്തുന്ന പടം വരയ്ക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അല്ലേ? വളരെ എളുപ്പം അല്ലേ? ഒരു കാര്യം ചെയ്യേ, ഇനി ഒന്ന് നീന്തി കാണിച്ചു എങ്ങനെയാന്ന്. അല്ല, അത് എന്നെ കൊണ്ട് പറ്റില്ല. 12 മുതൽ അതാ. കോപിക്കരുതെന്ന് പറയാനൊക്കെ എന്ത് എളുപ്പമാണെന്നറിയാം. അയ്യോ ചിരിച്ചുകൊണ്ട് നോക്കിയാൽ നമ്മളൊന്നും ഇങ്ങനെ ചെയ്യണം, നമ്മളെന്ത് കൊന്നാലാ വീട്ടിൽ ചെല്ലുമ്പോഴാണ് എത്ര അടിപൊട്ടുക അല്ലേ? ാണ് സഹിഷ്ണുതയുടെ അതിലൊരുമ്പൊക്കെ നേടുന്നത്. അങ്ങനെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ എന്നായിരുന്നു ഒന്നാന്തരം പേപ്പർ പ്രസൻറ്റേഷൻ അല്ലേ? സഹിഷ്ണുതയെക്കുറിച്ച് നല്ലൊരു പേപ്പർ പ്രസൻറ്റ്. ഇങ്ങനെ വേണം ജീവിക്കാൻ. ഈ ജീവിച്ച ആൾക്ക് തന്നെ, ഈ പറഞ്ഞ ആൾക്ക് തന്നെ അത് പറ്റാതെ വരുമ്പോഴാ ദാറ്റ് ഈസ് ദ പ്രോബ്ലം വിത്ത് ക്രിസ്ത്യാനിറ്റി. പലരുടെയും ജീവിതത്തിൽ വരുന്ന പരാതിയതാ. പ്രാർത്ഥനയെക്കുറിച്ച് മണിക്കൂർ കണക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രസംഗിക്കാം. ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കുക, അപ്പോഴത്തേനും കൂട്ടുവായി വരും, അപ്പോഴത്തേനും മൂത്രം ഒഴിക്കാൻ പോകണം, അപ്പോഴത്തേനും വെള്ളം കുടിക്കാൻ പോകണം, അപ്പോഴത്തേനും 10 മിനിറ്റ് അടുപ്പിച്ചിരിക്കുമോ. ഞാനിവിടുത്തെ ഭാഷമാരെ പോലും വഴക്ക് പറയാറുണ്ട്. അകത്ത് കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കരുത്. ഒറ്റ ശുശ്രൂഷണം ആരാനും കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിക്കരുത്. ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയത്. We have to know how to control our body. വിശ്വാസം എല്ലാം കൂടെ ഇങ്ങനെ തുടങ്ങിയാലോ എങ്ങനെയുണ്ടോ? വിശ്വാസം എല്ലാം കൂടെ നോ, പറയാനൊക്കെ എളുപ്പമാണ്. പ്രായോഗിക ജീവിതത്തിലേക്ക് നമുക്കത് കൊണ്ടുവരാൻ പറ്റണം. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ പറ്റുന്നതേ പറയാവൂ. ആദ്യം തന്നെ ഒന്ന് ചെയ്തു നോക്ക് പറ്റുമോ എന്നുള്ളത്, എന്നിട്ട് വലിയ വീമ്പിളയ്ക്കാൻ മതി. 12 മുതൽ പൗലോസ് അതാ ചെയ്യുന്നത്. ഇത്രയും നീതീകരണം പ്രാപിക്കേണ്ട ആവശ്യകത, നീതീകരണം പ്രാപിക്കേണ്ടത് എങ്ങനെ,
നീതീകരണം പ്രാപിച്ചാൽ ലഭിക്കുന്ന നന്മകൾ ഒക്കെ പറഞ്ഞതിന് ശേഷം നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും കൂടെ 12-ാം അധ്യായം തൊട്ട് പുള്ളി പറയുക.